ഉമർ റളിയല്ലാഹു തആല അൻഹു വീരനായിരുന്നു, വില്ലനായിരുന്നു. വറാജഅത് ഇംറഅതു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമറിനോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. മക്കക്കാരികളായ പെൺകുട്ടികൾ ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ദഇർനൻ നിസാഉ അലാ അസ്വാജിഹിൻ. ഭർത്താക്കന്മാർ, ഈ നാട്ടിലുള്ള ഭാര്യമാർ തന്റെ ഭർത്താക്കന്മാരുടെ മേൽ കയർത്തു സംസാരിക്കുന്നു നബിയെ, അതുകൊണ്ട് അവരെ അടിക്കാൻ അനുവാദം നൽകണം ഹബീബേ, അവരെ അടിക്കാനുള്ള അനുവാദം അവിടുന്ന് നൽകണം യാ റസൂലല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ട താമസം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഫറഖസ ബിളർബിഹിൻ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ അടിക്കാനുള്ള അനുവാദം നൽകി. തട്ടിക്കോ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ അനുവാദം കിട്ടിയാല് വിടുവോ? സാധനം ആരാ അത്? കാഞ്ഞങ്ങാട്ട് നിന്ന് കാസർകോട്ടേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു, കാസർകോട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ശൈത്താൻ വരുന്നു പറഞ്ഞാല് ശൈത്താൻ കാസർകോട്ടിൽ നിന്ന് മംഗലാപുരം വഴി നേരെ ബാംഗ്ലൂരോ മൈസൂറോ ചാടിക്കളയും. കാരണം എന്താ? ഉമറിന്റെ പേര് കേട്ടാ തന്നെ പേടിയാ ശൈത്താൻ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപ്പത്തിയുമായി വരികയാണ്. എന്തിന്? അടിക്കാൻ. കൊടുത്തില്ല അടി ഭാര്യമാരെ ആടി. മക്കാരായ സഹാബാക്കൾ മുഴുവൻ അങ്ങോട്ട് തുടങ്ങി ആടി ഭാര്യമാരെ. എന്നറിഞ്ഞ കയർത്തങ്ങോട്ട് സംസാരിക്കണം. ഇന്നും അറബിച്ച് പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയോ? ഗൾഫിൽ പോകുന്ന പെൺകുട്ടികൾ, ഗൾഫിൽ പോകുന്നവർക്ക് അറിയാം അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം. അറബികള് പൈസ ആദ്യം വാങ്ങിയിട്ട് പൈസ കൊണ്ടുപോകുന്ന ഉടനെ പോക്കറ്റിൽ നിന്ന് ആദ്യം എന്ന് പറഞ്ഞിങ്ങനെ ഒറ്റ പിടിയാ. അതിനു മുമ്പ് 5000 16 റിയാൽ കിട്ടിയാല് ഒരു 4000 റിയാൽ വണ്ടിയുടെ സീറ്റിൽ ഒളിപ്പിച്ചു വെക്കും ഭർത്താക്കന്മാര്. 6000 റിയാൽ പോക്കറ്റിൽ വെക്കും. കാരണം എന്താ? പോയ ഉടനെ കെറിഞ്ഞു പിടിക്കുമോ? അങ്ങനെയാണ് അവിടെ. അപ്പൊ അത്രയ്ക്കും കയർത്ത് അറബികളുടെ ഒരു സംസ്കാരമായിരുന്നു. അങ്ങനെ കയർത്ത് സംസാരിക്കുമായിരുന്നു. ഭാര്യമാരങ്ങനെ കയർത്ത് സംസാരിച്ചു. ഭർത്താക്കന്മാർ അടിയും തുടങ്ങി. രക്ഷയില്ല. ഒരു ദിവസം അതാ പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് സ്ത്രീകളുടെ മാർച്ച്. لقد طاف بآل بيت محمد صلى الله عليه وسلم يشكون أزواجهن. ഒരു ദിവസം പാതിരാ സമയമെത്തിയപ്പോൾ ആയിഷ ബീവിയുടെ വീടിന്റെ ജുമ്മറപ്പടി നിറയെ സ്ത്രീകൾ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കായ വീടുകൾ വലയം ചെയ്തുകൊണ്ട് സ്ത്രീരത്നങ്ങൾ അതാ സിന്ദാബാദ് വിളിക്കുകയാ. ആരെ കുറിച്ച്? വീടില്ല, വസ്തുവില്ല, ഭൂമിയില്ല, ഞങ്ങൾക്ക് പട്ടയമില്ല, വെള്ളമില്ല, മണ്ണെണ്ണയില്ല, റേഷനറി ഇല്ല, അതൊക്കെ ഞങ്ങൾക്കുണ്ട്. യഷ്കൂന അസ്വാജഹുൻ, തന്റെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പരാതിയാണ്. നബിയേ, മഹദിയേ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ വല്ലാണ്ട് തല്ലുന്നു, അതിനുള്ള പരിഹാര മാർഗം കാണണം. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി പറഞ്ഞു, ഇതാ ഈ സ്ത്രീ സമൂഹം വന്നുകൊണ്ട് അവരുടെ ആവലാദികൾ പറയുന്നു നബിയെ, അവരുടെ ഭർത്താക്കന്മാർ അവരെ വേദനിപ്പിക്കുന്നു, അടിക്കുന്നു എന്ന പരാതിയുമായി വന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പരസ്യ പ്രഖ്യാപനം നടത്തുകയാ, ലൈസ ഉലൈക ബിഖിയാരിഹിം, ഭർത്താക്കന്മാരെ നിങ്ങൾ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്നുവെങ്കിൽ അവർ നല്ല സംസ്കാരമുള്ളവരല്ല, അവർ നല്ലവരെ അല്ല, അവർ നല്ലവരെ അല്ല. അടിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എണ്ണി നോക്കിയപ്പോൾ 70ഓളം പെൺകുട്ടികളാണ് പാതിരാ സമയത്ത് ഭർത്താക്കന്മാരുടെ പീഡനത്തിന് ഇരയായി നബി തങ്ങളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചുമായി വന്നത്. പാതിരാ സമയത്ത് 70ഓളം പെണ്ണുങ്ങൾ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ തളിരിബിൽ വജ്ഹ, പെണ്ണിന്റെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്. വലാ തുഖബ്ബിഹ്, അവളെ മോശമായി പറയരുത്. ഭർത്താക്കന്മാരെ മനസ്സിലാക്കി നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കുക. ഭർത്താവിന്റെ കടമ. ഒരു ദിവസം ഉമറിന്റെ ഭാര്യ ഉമറിനോട് കയർത്ത് സംസാരിച്ചു. ഉടനെ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു,
എടീ മണ്ടി പെണ്ണെ, നീ എന്നോട് നീ കയർത്ത് സംസാരിക്കുക. അത്രയ്ക്കും നീ അങ്ങോട്ട് വലിയ ആളായ. എന്നോട് കയർത്ത് ഞാൻ ആര്? ഉമർ. എന്നോട് നീ കയർത്ത് സംസാരിക്കുകയോ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാ, ഇന്ന അസ്വാജ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുറാജിഉനഹു വയഹ്ജുർനഹു യൗമൻ ഇലൽ ലൈൽ വഹുവ ഖൈറും മിൻക. നിങ്ങള് പോ മനുഷ്യ. നബിതങ്ങളുടെ ഭാര്യമാർ അവര് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കയർത്ത് സംസാരിക്കുന്നു, അവരോട് ഒരു ദിവസം വരെ മിണ്ടാതെ ഇരിക്കുന്നു. വഹുവ ഖൈറും മിൻക. നിങ്ങളെക്കാൾ എത്രയോ പോരിശമുള്ള മനുഷ്യനാ ആ മനുഷ്യന്റെ ഭാര്യമാര് അവരോട് കയർത്ത് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾ പോയി മനുഷ്യ. എന്റെ മകളെയാണ് നബിതങ്ങൾ വിവാഹം കഴിച്ചത്, ഹഫ്സ. എന്റെ മകൾ നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ? പെട്ടെന്ന് ചിന്ത വന്നതാണ്. അല്ല, ഭാര്യയെ താക്കീത് ചെയ്യാൻ നിന്നില്ല. നബിതങ്ങളുടെ ഭാര്യയായ ഹഫ്സ ബീവി നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോഴനായ ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായി വിളിച്ചു പറഞ്ഞു, ഖാബത്ത് ഹഫ്സതു വഖാബത്ത് ഹഫ്സതു വഖസിറത് ഇൻ തുറാജഅതുഹു. നബീന റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഹഫ്സ, എന്റെ മകൾ, അവള് തൊലഞ്ഞത് തന്നെ, അവള് നശിച്ചത് തന്നെ. അവൾ നബി തങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തൊലഞ്ഞത് തന്നെ. നേരെ ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സവിധത്തിലേക്ക്, ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഭാര്യമാർ, നമ്മുടെ പെൺകുട്ടികളെ ഉമ്മമാർ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് വല്ല അപാകതകൾ വന്നാൽ ഉപ്പമാർ പരിഹരിക്കണം എന്നതിന്റെ തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ നമുക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു നേരെ വന്നു, ഹഫ്സ ബിയുടെ അരികിലേക്ക് വന്നു. ഹഫ്സയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഹഫ്സ, എടി പെണ്ണെ ഹഫ്സ, ലാ തഗ്തറി ബിബ്നതി ഇബ്നി അബി ഖുഹാഫ. ആയിഷ എന്ന് പറയുന്ന അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിന്റെ മകൾ ആയിഷ നിന്നെ വഞ്ചിതയാക്കാതിരിക്കട്ടെ. ഫഇന്നഹാ ഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ നബിതങ്ങളുടെ പ്രിയങ്കരിയാണ്. ഒരുപക്ഷെ ആയിഷ ബീവി നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിരിക്കാം. അത് കണ്ടിട്ട് ഉമറിന്റെ മകൾ ഹഫ്സ, നീ നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചു പോകരുത്. വഖവഫഹാ അനിൽ മുറാജഅ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഹഫ്സ ബീവിയെ താക്കീത് ചെയ്തു, ഭയപ്പെടുത്തി. ഇനി മേലിൽ നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ നബിതങ്ങളോട് ഒരാവശ്യം ഉന്നയിക്കുകയോ ചെയ്യരുത്. നിനക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് വാങ്ങിത്തരാം. നബിതങ്ങളോട് നീ ചോദിക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു തആല താക്കീത് ചെയ്തു. ആയിഷ ബീവി നബിതങ്ങൾ ഭയങ്കര ഗുലാനത്വ, ഭയങ്കര മഹബത്ത, ഭയങ്കര സ്നേഹം, ലവ് ബേർഡ്സ് പോലെ ഭയങ്കര മഹബത്ത. ബാക്കിയുള്ളവരുടെ മഹബത്ത് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം, അത് മനസ്സിലാക്കണം. ചില ആളുകൾക്ക് ചിലരോട് ഇത്തിരി മഹബത്ത് ഉണ്ടല്ലോ, അത് എത്രത്തോളം ഒക്കെ ആണെങ്കിലും നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും എല്ലാരെയും അങ്ങോട്ട് ഒരേപോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാല് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാഹ്യമായ നിലയിൽ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടായിരിക്കും നബിതങ്ങൾ കണ്ടിട്ടുള്ളത്, കാണുന്നത്, പ്രവർത്തിച്ചിട്ടുള്ളത്. സ്നേഹം അത് ചിലരോട് ഒരു ഇത്തിരി അല്പസ്നേഹം കൂടും, അതുകൊണ്ട് ബാക്കിയുള്ളവരോട് സ്നേഹം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം, ഭാര്യമാരുടെ കടമ നാളെ പറഞ്ഞാൽ മതിയല്ലോ. ഭർത്താക്കന്മാരുടെ പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ഏകദേശം സമയമാകും. ഭാര്യമാരുടെ നാളെ പറഞ്ഞിട്ട് മരിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും നമുക്ക് മരിപ്പിക്കാൻ ഒരു സദസ്സ് സംഘടിപ്പിക്കാം. എങ്ങനെയായിരിക്കണം ഒരു കുടുംബ ജീവിതം, ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം? ഒരു ഉപ്പ ഒരു ഉമ്മ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചാൽ എങ്ങനെയായിരിക്കണം അവളോടുള്ള സമീപനം? ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ. പഠിക്കാനുള്ള ഉപദേശ നസീഹത്താണ് ദീനിന്റെ വഅദ് നസീഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണല്ലോ ബയാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മതവിജ്ഞാന സദസ്സ് എന്ന് പറയുമ്പോൾ വിജ്ഞാനമാണ് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കേണ്ടതും പഠിക്കേണ്ടതും നുകരേണ്ടതും, അത് മനസ്സിലാക്കി നമ്മൾ പോകേണ്ടതും ഇൻഷാ അല്ലാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ മഹദിയായ ആയിഷ ബീവിയും തമ്മിലുള്ള കുടുംബ ജീവിതത്തിന്റെ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം.
ഒരു ദിവസം വജറാ ബൈനഹാ വബൈനഹു കലാം, ആയിഷ ബീവിക്കും നബി തങ്ങളുടെയും ഇടയിൽ ഒരു ദിവസം ചർച്ചയുണ്ടായി. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും. അതിന്റെ തെളിവാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും, സംസാരമുണ്ടാകും. പക്ഷെ എങ്ങനെയായിരിക്കണം ആ സംസാരത്തെ നാം അതിജയിക്കേണ്ടത്? ഒരു ദിവസം ആയിഷ ബീവിയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളും ചർച്ചയിലാണ്. ശബ്ദകോലാഹലം, വഴക്കുണ്ടായി. വജറാ ബൈനഹാ വബൈനഹു കലാം, രണ്ടുപേര് സംസാരം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോ നബി തങ്ങൾ തീരുമാനിച്ചു, നിന്റെ ഉപ്പയെ ഇപ്പൊ ഞാൻ വിളിപ്പിക്കും, നിന്റെ ഉപ്പയെ ഇപ്പൊ വിളിപ്പിക്കും. ആരാ ഉപ്പ? അബൂബക്കർ സിദ്ദീഖ്. ഹത്താ അദ്ഖലാ ബൈനഹുമാ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആളിനെ വിട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയാ. ഹകമൻ, വിധി നിർണയം നടത്താൻ. ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്. ഇവർക്ക് രണ്ടുപേർക്കും കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ ആരാ വരുന്നത്? ആയിഷ ബീവിയുടെ ഉപ്പ വരികയാണ്. അവർക്കിടയിൽ അബൂബക്കർ കടന്നു വരികയാണ്. ഹകമൻ, ജഡ്ജിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, തുകല്ലിമീന ഔ അതകല്ലമു. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പത്നിയുമായുള്ള വഴക്കിൽ, ശണ്ടകൂടലിൽ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഉപ്പ വന്നിട്ടുണ്ട്, നീ സംസാരിക്കണോ അതോ ഞാൻ സംസാരിക്കണോ? ചോദ്യം നോക്കണേ, എത്ര മാന്യമായ രീതിയിലല്ലേ പെണ്ണെ, നിന്റെ ഉപ്പ വന്നിട്ടുണ്ട്, തുകല്ലിമീന ഔ അതകല്ലമു, നീ സംസാരിക്കണോ അതോ ഞാൻ സംസാരിക്കട്ടെയോ? ആയിഷ ബീവി പറഞ്ഞ വാക്ക് കേട്ടോ, നല്ലപോലെ ശ്രദ്ധിച്ചോണം. തകല്ലം ബൽ തകല്ലം അൻത, ഇല്ല നിങ്ങൾ സംസാരിച്ചോളി, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി. എന്നിട്ട് ശേഷം ആയിഷ ബീവി ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു, വലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ, നമുക്കിടയിൽ നടന്ന സത്യം മാത്രമേ പറയാവൂ, ഇല്ലാത്തതൊന്നും കൂട്ടി പറയരുതേ. ആരുടെ മുഖത്ത് നോക്കിയിട്ടായി പറയണത്? നമ്മളെ പോലുള്ള സാദാ സീത ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടാണോ ഈ പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിങ്ങൾ സംസാരിച്ചു കൊള്ളുക, പക്ഷേ വലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ, സത്യം മാത്രമേ പറയാവൂ. അബൂബക്കർ സിദ്ദീഖിന് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ പെരുത്തു വരികയും അബൂബക്കർ സിദ്ദീഖ് അടിക്കുകയും ഹത്താ ദുമിയ ഫിഹാ, അവളുടെ മുഖത്ത് നിന്ന് വായിൽ നിന്ന് രക്തമൊലിക്കുക, സ്വന്തം മകളുടെ കർണപുടത്തിന് ഒരൊറ്റയടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പിതാവ്. കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് ഫഖാല പറഞ്ഞു, യാ ഉദയ്യതു നഫ്സഹ, തന്റെ ശരീരത്തെ നശിപ്പിച്ച പെണ്ണെ, അവ യഖൂലു ഗൈറൽ ഹഖ്, ഇരിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞോ? ലോകത്തിന്റെ നായകൻ, സത്യം ലോകത്ത് വിളിച്ചോതാൻ വന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, ഈ ഹബീബായ തങ്ങൾ കള്ളം പറയുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീബി അടിച്ച അടിയിൽ വായിൽ നിന്ന് രക്തമൊലിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിതാവാണ്. ബഹുമാനപ്പെട്ട നബിയും തന്റെ ഭാര്യയുമായ ആയിഷയുമായിട്ട് ശണ്ടേല വഴക്കിലാണ്. അബൂബക്കർ വാപ്പ മകളെ അടിച്ചു. ഫസ്തജാറത് ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വന്ന് ആയിഷ ബീവി സഹായത്തിന് വേണ്ടി അഭയം തേടി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഉപ്പ മകളുടെ സാന്നിധ്യത്തിൽ, മരുമകന്റെ സാന്നിധ്യത്തിൽ മകളെ അടിച്ചാലും ആ മകൾ സഹായത്തിന് പോകുന്നത് ഉപ്പയോടോ ഉമ്മയോടോ ആയിരിക്കും, ഭർത്താവിനോട് പോലെ. കാരണം എന്താ? ഭർത്താവോട് വഴക്കല്ലേ, പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭാഗത്ത് നിന്ന് അടി കിട്ടൂലേ? ഈ ആയിഷ ബീവി നബി തങ്ങളുമായുള്ള ബന്ധം സുദൃഢമാണ് എന്നതിന്റെ തെളിവാണ്. സ്വന്തം പിതാവ് ആയിഷ ബീവി അടിക്കുകയും വായിൽ നിന്ന് രക്തമൊലിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് അഭയം തേടി. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുതുകിന് പിറകിൽ വന്ന് ഒളിച്ചിരുന്നു ആയിഷ ബീവി. ശേഷം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ നോക്കിയിട്ട് പറഞ്ഞു, യാ അബൂബക്കർ,
ലം നദ്ഉക ഹാദാ വലം അർദ്നാ മിൻക ഹാദാ. നിങ്ങളിൽ നിന്ന് ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ, നിങ്ങളെ ഇതിനു വേണ്ടി വിളിച്ചിട്ടില്ല. വണ്ടി വിട്. നമ്മുടെ നാട്ടിലാണെങ്കിലോ നമ്മുടെ ഭാര്യയെ നമ്മുടെ ഉപ്പ വന്ന് അടിച്ചാൽ കൊടുക്ക് അമ്മോശൻ തന്നെ വിളിക്കണം. മാമാന്ന് പറയില്ല, അമ്മോശൻ അല്ലെ. കൊടുക്ക് അമ്മോശ, നല്ലപോലെ കൊടു. ഞാൻ മട്ടൻ ബിരിയാണി വാങ്ങി തരാം, കൊടു, രണ്ടെണ്ണോടെ കൊണ്ട് നല്ല അടിപൊളി. അതല്ലേ പറയുള്ളൂ. നബീന റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? ലം നദ്ഉക ഹാദാ, ഞങ്ങൾക്കിടയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങളെ വിളിച്ചു, ഈ പെണ്ണിനെ അടിക്കാൻ ഞങ്ങളെ വിളിച്ചിട്ടില്ല. വലം ഔരിദ്നാ മിൻക ഹാദാ വലം നുരിദ്നാ മിൻക ഹാദാ, ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനെ അടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചിരിച്ചു, സന്തോഷിച്ചു. നബിയെ, ഞാൻ ഒരു മണ്ടിപ്പെണ്ണ് എന്തെങ്കിലും ഒന്ന് കാട്ടിയതിന്റെ പേരിൽ ഇങ്ങനെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാലോ? എന്നാലും അവിടെ അള്ളാന്റെ റസൂല് ആയിഷ ബീവിയെ തലോടുകയാണ് ചെയ്തത്. ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള രഹസ്യം ഉപ്പാന്റെ മുന്നിൽ പരസ്യപ്പെടുത്താൻ ആ കുടുംബം തയ്യാറായില്ല. ഇതേപോലെ മറ്റൊരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിതങ്ങളെ, വഖാലത് മററതൻ ഉഖ്റാ ഫീ കലാമിൻ ഗളബത്, അവൾ ദേഷ്യപ്പെട്ട ഒരു സന്ദർഭത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, അൻതല്ലദീ തസ്അമു അന്നക നബിയുല്ലാഹ്, ഓ നിങ്ങളുടെ പത്രാസ് കണ്ടാൽ നിങ്ങൾ അങ്ങ് നബിയാണെന്നുള്ള പത്രാസിൽ നിങ്ങൾ എന്നോട് അങ്ങനെ ദേഷ്യപ്പെടണ്ട. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചൂടാവുകയാണ് നബിയോട്, ഒരു ഭാര്യ ഭർത്താവിനോട്. അപ്പൊ ഭർത്താവ് ഏത് കോലത്തിലായിരുന്നു? ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ അതൊക്കെ പുഞ്ചിരിച്ചുള്ളൂ. നബിയുടെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞ, നിങ്ങളുടെ പത്രാസ് കണ്ട അങ്ങനെ നബിയാന്നുള്ള പവർ കൊണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാണ് ചൂടാവണേ. നമ്മളടുത്ത് പറയില്ലേ, ഓ നിങ്ങൾ വലിയ എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങൾക്ക് വലിയ ഒരു 100 ഏക്കർ വസ്തു കാണും കേട്ടോ, നിങ്ങൾക്ക് ഇപ്പൊ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡൊക്കെ നിങ്ങളുടെ സ്വന്തം പേർക്കുള്ളതായിരിക്കും, എന്നോട് നിങ്ങൾ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല എന്ന് ഒരു ഭാര്യ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാല് പല്ല് കാണുവോ വായില്? നമ്മുടെ മുഖത്ത് നോക്കി സംസാരിച്ചാല് നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുക, ആയിഷ ബി അൻതല്ലദീ തസ്അമു അന്നക നബിയുല്ലാഹ്, നിങ്ങൾ വലിയ നബിയാണെന്നുള്ള പവറിൽ എന്നോട് ചൂടാവരുത് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഫതബസ്സമ, പുഞ്ചിരിച്ചു. അവിടെ പുഞ്ചിരിക്കാതെ തിരിച്ചടിക്കാതെ നിന്നാല് ആ കുടുംബ ബന്ധം എന്തായിരിക്കും? ഒരു ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു ഭാര്യ ഇങ്ങനെ അങ്ങോട്ട് ചൂടായെന്നും പറഞ്ഞിട്ട് ഓളെ എടുത്തിട്ട് അങ്ങനെ അടിക്കലല്ല വേണ്ടത്. നമ്മള് കല്ലി വല്ലി ഇത്തിരിയൊക്കെ മണ്ടി പെണ്ണ്